ഞാൻ രക്ഷിതാവ് ഒരിക്കൽ കൂടി ചേട്ടാ എനിക്ക് അന്ന് ആ വീഡിയോകളിൽ ആ ഓഡിയോ ക്ലിപ്പുകളിൽ ആ ദൃശ്യങ്ങളിലൊക്കെ ഉള്ളത് അവർ അങ്ങോട്ടുള്ള സംഭാഷണമൊക്കെ ഏതെങ്കിലും വലിയ കുട്ടികൾ വലിയ ആൾക്കാരല്ല, എല്ലാവരും കുട്ടികൾ തന്നെയാണ്. ആ കുട്ടികളുടെ ഒരു കാർട്ടൽ, ആ, 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 അതിനോട് ഒരു നെറ്റ്വർക്ക്, കുട്ടികളുടെ ഒരു സംഘം അതിനോടകം ഉണ്ടായിട്ടുണ്ടെന്നും എന്ന ആ വീഡിയോകളിൽ നിന്ന് ശബ്ദത്തിൽ നിന്ന് വളരെ എവിഡൻ്റ് ആണ്. കുട്ടികൾക്ക് മാത്രമായി ചേർന്നൊരു കാർട്ടൽ ഉണ്ടാക്കാൻ കഴിയില്ലല്ലോ ചേട്ടാ. അപ്പോൾ ആ കുട്ടികളെ കാക്കുന്ന ഒരു, ഇപ്പം ഞാൻ പറഞ്ഞ കൊച്ചി ഇതിൻ്റെ ഒരു ഹബ്ബ ആണെന്നാണ് സംശയിക്കുന്നതെങ്കിൽ ഈ കുട്ടികൾക്ക് മാത്രം ആ ഹബ്ബാവാൻ പറ്റില്ല, കുട്ടികൾക്ക് മാത്രം ആ നെറ്റ്വർക്കോ കാർട്ടലാവാൻ പറ്റില്ല. ആ കുട്ടികളെ അതിനുവേണ്ടി ഇറക്കി വിട്ട് ആ കുട്ടികളെ സംരക്ഷിച്ച് പൈസ ഉണ്ടാക്കുന്ന ഒരു സംഘം ഇവിടെ ഉണ്ട്. തീർച്ചയായിട്ടും ഈ കുട്ടികളൊക്കെ ഇതിൻ്റെ ഇരകളാണ്. ഞാൻ പറഞ്ഞല്ലേ, ആദ്യം കുട്ടികൾക്ക് എന്തെങ്കിലും രീതിയിൽ ഇത് കൊടുത്ത് പിന്നെ ഇതിൻ്റെ ഡീലർമാരാക്കി മാറ്റുകയാണ്. ഇവർ തന്നെ കുറേ ആൾക്കാരുടെ പേര് പറയുന്നുണ്ടല്ലേ, ഞാൻ അന്ന് തന്ന വീഡിയോയിൽ തന്നെ കുറേ ആൾക്കാരുടെ പേര് പറയുന്നുണ്ട്. വെണ്ണലയിലുള്ള, പള്ളുരുത്തിലുള്ള, ഇവിടെ പെരുമ്പാവൂരുള്ള, അങ്ങനെ ഒരുപാട് പേര് അതിൽ തന്നെ പറയുന്നുണ്ട്. ഫോൺ നമ്പർ ഉൾപ്പെടെ ഞാൻ നാർക്കോട്ടിക്സിന് കൊടുത്തിട്ടുണ്ട്, പോലീസിന് കൊടുത്തിട്ടുണ്ട്, സ്പെഷ്യൽ സ്ക്വാഡിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരം നമ്പറുകളെല്ലാം ആ വീഡിയോയിൽ തന്നെ അവർ പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു ഇവിടുത്തെ നിയമം മാറണം സാറേ, നിയമം മാറാതെ ഒരു കാര്യം നടക്കില്ല. ഈ 18 വയസ്സെന്നുള്ളത് മാറ്റണം. ഇത് കുട്ടി ക്രിമിനൽസ് ഉണ്ട്, അപ്പോൾ അവരൊക്കെ ഈ 18 വയസ്സാണവരും കാത്തിരിക്കരുത്. ശിക്ഷിക്കാനുള്ള നിയമം മാറണം. പിന്നെ അതുമാത്രമല്ല, നമ്മൾ ഈ ഒരാളെ കൊന്ന് നമുക്ക് തൂക്കിക്കൊല്ലാനുള്ള നിയമം ഉണ്ടോയെന്ന് എനിക്കറിയില്ല ഇന്ത്യയിൽ. പക്ഷെ ഒന്നിൽ കൂടുതൽ പേരെ കൊന്നു കഴിഞ്ഞാൽ നമുക്ക് വധശിക്ഷയല്ലേ വേണ്ടത്. തീർച്ചയായിട്ടും ഇതിൻ്റെ ഡീലർമാരെ കിട്ടിക്കഴിഞ്ഞാൽ വധശിക്ഷ കൊണ്ട് കൊടുക്കേണ്ടത്. അവരൊരു തലമുറയെ മൊത്തം നശിപ്പിക്കുകയാണ്. അപ്പോൾ അത്തരം ഡീലർമാരെ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് വധശിക്ഷ തന്നെ കൊടുക്കണം, എങ്കിലാണ് ഈ നാട് രക്ഷപ്പെടുള്ളൂ. ഇനി ഒരു പിതാവ് ഇവിടെ വന്നിരിക്കരുത്, അല്ലെങ്കിൽ ഒരു മാതാവിൻ്റെ കണ്ണീര് വീഴരുത്. അതിന് ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, മാധ്യമങ്ങൾ, പോലീസ്, എക്സൈസ്, നാർക്കോട്ടിക്സ് എല്ലാവരും ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ആ ഒരു മാസം മുമ്പ് ഇരുന്ന അവസ്ഥയല്ല കേരളത്തിൻ്റെത്. കേരളം ഇതിനെതിരെ ഒറ്റക്കെട്ടായിട്ട് ആ ഒരു മാസത്തിനിടെ എനിക്ക് ഫോണിൽ നാടിന് നാനാമതൊന്ന മെസ്സേജുകൾ എത്രയാണെന്നറിയോ? എത്ര രക്ഷിതാക്കളുടെ മെസ്സേജ് എന്നറിയോ? എത്ര കുട്ടികളുടെ മെസ്സേജാണെന്നറിയോ? എത്ര അധ്യാപകരുടെയും എത്ര നാട്ടുകാരുടെയും നാട്ടു ഗ്രൂപ്പുകളുടെ മെസ്സേജാണെന്നറിയോ? ഞെട്ടലുണ്ടാക്കുന്നുണ്ട് എത്രത്തോളം ആഴത്തിലാണ് എന്ന് പറഞ്ഞാൽ. നമ്മുടെ ഈ ചർച്ച കണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഇടപെടാൻ കഴിയുന്ന ആളാണ് എന്ന് ധരിച്ചുകൊണ്ട് അയക്കുന്ന മെസ്സേജുകളാണ്. എത്ര ആഴത്തിലാണ്, എത്രമാത്രം വ്യാപകമാണ്, എത്രമാത്രം വിസ്തൃതിയിലാണ് ഈ ഒരു ലഹരി നെറ്റ്വർക്ക് എന്ന് ഓർത്താൽ പേടിയാവും. സാറേ ഞാൻ പറയില്ല, ഇന്ന് രാവിലെ എന്നോടൊരു പിതാവ് പറഞ്ഞ കാര്യമാണ്, നേരം വെളുത്ത എണീറ്റ്, അതായത് സ്വന്തം മകനെ പേടിച്ചിട്ട് കിടക്കണേണ്. സ്വന്തം മകനെ പേടിച്ചിട്ട് കിടക്കേണ്ട അവസ്ഥ. എന്ത് ചെയ്യാൻ പറ്റും? എന്താ ചെയ്യേണ്ടത്? ഞാൻ പറയും, ഇതൊന്നും ഒരാളുടെ അവസ്ഥയല്ല പറയണത്. നമ്മൾ ഇന്നത്തെ ഈ നാടിനോട് ഉത്തരവാദിത്തമുള്ള ആർക്കും അവർ കാണേണ്ട ഒരു ഇതാണ് പറയേണ്ടത്. അതായത് ഈ കുട്ടികളെ ഈ കഞ്ചാവ് അല്ലെങ്കിൽ ഇതൊന്നുമല്ല, MDMA 30 വയസ്സിൽ താഴെയുള്ള ഒരു 50% മേലെ കുട്ടികളാണ് ഇതിൽ കഴിക്കുന്നുണ്ട്. ഇവർ ഈ കഞ്ചാവ് പിടിക്കുന്ന പിള്ളേരൊക്കെ ഉണ്ടല്ലോ, 50% മേലുള്ള കുട്ടികൾ ഇത് കഴിക്കുന്നുണ്ട്. ഉറപ്പായും ഈ ഹോളി ആഘോഷം കൊഴുപ്പിക്കാൻ കൊണ്ടുവന്നാണ് പറയുന്നത്. ഇപ്പോൾ സാധാരണ രീതിയിൽ പറയുന്നത് കേട്ടത് പ്രകാരം ഈ പാർട്ടികൾ കൊഴുപ്പിക്കാൻ കഞ്ചാവല്ല, ഈ പറയുന്ന രീതിയിലുള്ള രാസലഹരി എന്തോ ഒക്കെയാണ് കേൾക്കുക. സാറേ ഇവിടെ DJ പാർട്ടികൾ നടക്കുന്നുണ്ട് ഈ വെളുപ്പിന് വരെ. അവിടെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഈ MDMA പോലുള്ള സാധനങ്ങൾ വിറ്റഴിക്കുന്ന അത്തരം പരിപാടികളിലാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ പറയാം, ഇതൊക്കെ പോലീസിൻ്റെ അന്വേഷണങ്ങളുണ്ട്, അവർ പിടിക്കുമ്പോൾ നമ്മളിപ്പോൾ ചെയ്യേണ്ട ഒറ്റ കാര്യമുള്ളൂ, ഈ നിയമത്തിൽ മാറ്റം വരുത്തണം. ഈ 18 വയസ്സ് എന്നുള്ള രക്ഷപ്പെടാനുള്ള ആ പ്രായം മാറ്റണം. പിന്നെ ഇതിൻ്റെ ഡീലർമാരെ കിട്ടിക്കഴിഞ്ഞാൽ വധശിക്ഷ തന്നെ കൊടുക്കണം. അതിന് ഒരു തർക്കമില്ലാത്ത കാര്യം. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സമൂഹത്തിന് ഒന്നടങ്കം അടുത്ത തലമുറ ഇല്ലാണ്ടാക്കുകയാണ്. അപ്പോൾ അതിന് വധശിക്ഷയാണ് എൻ്റെ ഏറ്റവും വലുത്. അങ്ങനെ 1-2 പേരെ ശിക്ഷിക്കട്ടെ, ഈ നാട് നന്നാകും. ഇത് ചെയ്യാത്തതുകൊണ്ടല്ലേ ഈ നാട് ഇങ്ങനെ തന്നെ നിൽക്കുന്നത്. പിന്നെ ഒരു സ്കൂളിൽ ഇതുപോലെ നാളെ ഒരു ഒറ്റപ്പെട്ട സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് പുറത്തോട്ട് കൊണ്ടുവരണം, ഒളിപ്പിച്ച് വെക്കരുത്. ഒളിപ്പിച്ച് വെച്ചാലാണ് ഇത്തരം ഭീകരാവസ്ഥയിലേക്ക് പോകുന്നത്. അപ്പോൾ അതിനൊക്കെ ഒരുപാട് ഉത്തരവാദിത്തം അവിടുത്തെ HM, PTA എല്ലാവർക്കും ഉണ്ട്. പിന്നെ എൻ്റെ വേറെ അടുത്തൊരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ 10ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക്, ആൺകുട്ടിയായ പെൺകുട്ടി ആയിക്കോട്ടെ, അവർ ഒരു കാരണവശാലും ഇൻസ്റ്റ ഉപയോഗിക്കാൻ സ്കൂളും രക്ഷിതാക്കളും സമ്മതിക്കരുത്. ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് ഈ കഞ്ചാവിനേക്കാളും MDMA-നേക്കാളും ഭീകരമുണ്ട് ഇൻസ്റ്റാഗ്രാം. അപ്പോൾ ഇത് ഓപ്പറേഷൻ മുഴുവൻ നടക്കും ഇൻസ്റ്റാഗ്രാം വഴിയാണ്. ഇപ്പം പറഞ്ഞല്ലോ, ഈ ലഹരി വസ്തുക്കളുടെ കച്ചവടം മാത്രമല്ല, വണ്ടി കച്ചവടം മാത്രം. അത് ഈ കട്ടുകൊണ്ടുവന്ന വണ്ടി 5000 രൂപ വരെ വിൽക്കണം അതിലിട്ടിട്ടാണ്. അപ്പോൾ നമ്മളതൊന്നും കാണാതെ പോകരുത്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ പിടിക്കാനായിട്ട് ഇപ്പോൾ ഇവിടുത്തെ പോലീസിനും സൈബർ സെല്ലിനും ഒക്കെ സാധിക്കും.
അപ്പോൾ ഏതായാലും ഇനി വേണ്ടത് ഈ ഇരയായ കുട്ടികളെയല്ല വെളിച്ചത്തേക്ക് കൊണ്ടുവരേണ്ടത്, ഡീലർമാരെ കൊണ്ടുവരികയും അവർക്ക് വലിയൊരു ശിക്ഷ കൊടുക്കുക. നമ്മൾ ഇത്രയും കേസുകൾ കേട്ടു, ഇത്രയധികം ലഹരി ഹണ്ടിന്റെ വാർത്ത കേൾക്കുന്നു. ഏതെങ്കിലും ഒരു മെയിൻ ഡീലർ ഇയാളാണ് ഇങ്ങോട്ട് കൊണ്ടുവരുന്ന ഏതെങ്കിലും ഒരു സംഘത്തിന്റെ തലവൻ എന്ന് നമ്മൾ പറഞ്ഞു കേട്ടോ? ഇല്ല. അതാണ് പ്രശ്നം.